Yo, what's up guys? This is my new video of Smart Tech Science. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു Rubik ക്യൂബ് സോൾവിങ്ങിന്റെ 4th പാർട്ടാണ്. ഇത് ഇതിന്റെ ലാസ്റ്റ് പാർട്ടാണ്. എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ക്യൂബ് മൊത്തമായിട്ട് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് ഈ ഒരു വീഡിയോയിലാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക. അതിനുശേഷം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പേ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ ഫസ്റ്റ് പാർട്ടിൽ എൻ്റെ ആൽഗരിതങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു റിവ്യൂ. അപ്പോൾ ആ ആൽഗരിതങ്ങൾ വെച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ ആൽഗരിതങ്ങൾ നിങ്ങൾ നോക്കാതെയാണ് ഈ ഒരു വീഡിയോയിലേക്ക് വന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് പോയി ചെന്ന് കാണുക. അതിനുശേഷം സെക്കൻഡ് തേർഡ് പാർട്ടും ഒന്ന് കാണുക. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക. അപ്പോൾ ആ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു വീഡിയോയുടെ ഇതിലോട്ട് പോകാം. അപ്പം നമുക്ക് ഈ ഒരു 4th ആൻഡ് ഫൈനൽ പാർട്ട് ഒന്ന് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു യെല്ലോ ക്രോസ് ഫിനിഷ് ആയതിനു ശേഷം ഈ ഒരു കോർണർ പീസസ് നമുക്ക് അതിൻ്റെ സെൻറ്റേഴ്സുമായിട്ട് മാച്ച് ചെയ്യുക. ഇതിലത്തെ 3 കളേഴ്സും. അതിലത്തെ ഒരു കളർ യെല്ലോ ആയിരിക്കും, അതെപ്പോഴും അതിൻ്റെ സെൻറ്ററുമായിട്ട് മാച്ച് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ബാക്കി 2 കളേഴ്സ് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നമുക്കത് നോക്കി നോക്കാം. റെഡ് ഗ്രീൻ അതിൻ്റെ സെൻറ്റേഴ്സുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതും മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്, അതല്ലെങ്കിൽ ഈ പീസും ഈ പീസുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കി നോക്കാം. അപ്പോൾ എനിക്ക് ഇവിടെ തന്നെ മാച്ച് ചെയ്യുന്നുണ്ട്. ഇത് 2 എണ്ണവും ഈ 2 കളേഴ്സും ഈ 2 കളേഴ്സിൻ്റെ സെൻറ്റേഴ്സിൻ്റെ ഇടയ്ക്കാണ് ബ്ലൂ ആൻഡ് റെഡ് അതിൻ്റെ സെൻറ്റേഴ്സിൻ്റെ ഇടയ്ക്കാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അതല്ല അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇതിലാണ് നിങ്ങൾക്ക് മാച്ച് ആവുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ആ സ്റ്റെപ്സ് നിങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്താൽ മതി. അതിനുശേഷം അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അതിനുശേഷം ഞാൻ ഇപ്പോൾ ചെയ്യുന്ന സ്റ്റെപ്സ് നിങ്ങൾ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് അറിയാം. ഓക്കെ, ഞാൻ ഇപ്പോൾ സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ ഈ ഒരു സോൾവ്ഡ് ആയിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുമ്പോൾ ഈ 2 കളേഴ്സ് ഈ 2 കോർണർ പീസസും അതിൻ്റെ സെൻറ്റേഴ്സുമായിട്ട് മാച്ച് ആയിട്ടിരിക്കുന്ന ഒരു ഭാഗം നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കുക. അതിനുശേഷം മറ്റേ മാച്ച് ആവാത്ത ഭാഗം നിങ്ങളുടെ റൈറ്റ് ഹാൻഡിൽ പിടിക്കുക. അതിനുശേഷം റൈറ്റ് ഹാൻഡ് അൽഗോരിതം 1 ടൈം 1 2 3. സോറി, ഞാൻ ആദ്യം 1 ടൈം എന്നാണ് പറഞ്ഞത്. ഇതിലും 3 ടൈംസ് ആണ്. അപ്പോൾ നിങ്ങൾ 3 ടൈംസ് ചെയ്താൽ മതി. 1 ടൈം ചെയ്താൽ കറക്റ്റ് ആവില്ല. അതിനുശേഷം നിങ്ങൾ ആ പിടിച്ചിരിക്കുന്ന പൊസിഷനിൽ നിന്ന് ക്യൂബിനെ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യുക. അതിനുശേഷം ലെഫ്റ്റ് ഹാൻഡ് അൽഗോരിതം 3 ടൈംസ് 1 2 3. ഓക്കെ, ഇതിലിപ്പോൾ എല്ലാ കോർണർ പീസസും അതിൻ്റെ സെൻറ്റേഴ്സുമായിട്ട് മാച്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാം. എല്ലാ കോർണർ പീസസും അതിൻ്റെ സെൻറ്റേഴ്സുമായിട്ട് മാച്ച് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ വൈറ്റ് സൈഡ് അപ്പ് ഫേസിങ് ആയിട്ട് പിടിക്കുക. അതിനുശേഷം ഈ ഒരു യെല്ലോ കളർ ഉണ്ടല്ലോ, ഈ യെല്ലോ കളർ, ആ യെല്ലോ കളർ നിങ്ങളുടെ റൈറ്റ് ഹാൻഡിൽ പിടിക്കുക. അതിനുശേഷം നിങ്ങൾ റൈറ്റ് ഹാൻഡ് അൽഗോരിതം ഈ യെല്ലോ കളർ അതിൻ്റെ ഈ താഴത്തെ ഈ ഒരു പൊസിഷനിൽ വരണത് വരെ ചെയ്യുക. അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ക്യൂബിനെ മൊത്തമായിട്ട് ടേൺ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഈ ഒരു താഴത്തെ ലെയർ ടേൺ ചെയ്ത് അടുത്ത യെല്ലോ കളറും കൂടെ ഈ ഒരു റൈറ്റ് ഹാൻഡിൽ പിടിക്കുക. അതിനുശേഷം ഇതും അതിൻ്റെ പൊസിഷനിൽ വരുന്നത് വരെ നിങ്ങൾ റൈറ്റ് ഹാൻഡ് അൽഗോരിതം ചെയ്യുക. ഓക്കെ, ഇവിടെ എനിക്കിപ്പോൾ യെല്ലോ സൈഡ് ഫിനിഷ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫിനിഷ് ആയിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത സ്റ്റെപ്സുകൾ ഈ കോർണേഴ്സ് എല്ലാം കറക്റ്റായിട്ടും വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ കാണാം ഒരു കളർ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ 3 സൈഡ് ഇപ്പോൾ ഫിനിഷായി.
ഈ ഒരു ഭാഗത്തിന്റെ ഈ യെല്ലോയുടെയും വൈറ്റിന്റെയും ഇടയ്ക്കുള്ള ഈ ഒരു കളേഴ്സ് ഉണ്ടല്ലോ, ബ്ലൂ, റെഡ്, ഗ്രീൻ, ഓറഞ്ച്, ഈ കളേഴ്സ് എല്ലാം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഫിനിഷ് ആയിട്ടുള്ളത് കാണാം. അതായിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന സ്റ്റെപ്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ മതി. അത് ഇങ്ങനത്തെ ഒരു റിസൾട്ടിലായിരിക്കും എൻ്റെ അപ്പ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ ഈ സോൾവ് ആയിട്ടുള്ള സൈഡ് നിങ്ങളുടെ ഫേസിങ് ആയിട്ട് വയ്ക്കുക. നിങ്ങൾക്കിപ്പോൾ സോൾവ് ആയിട്ടുള്ള സൈഡ് ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് സൈഡ് വെച്ചാലും ഇപ്പോൾ ഇതിപ്പോൾ സോൾവ്ഡ് അല്ല. നിങ്ങൾ മൊത്തം സോൾവ്ഡ് അല്ലെങ്കിൽ മാത്രം ഇങ്ങനെ എപ്പോഴും ഈ ഒരു കളർ മാത്രമേ എല്ലാ സൈഡിലും സോൾവ്ഡ് അല്ലാതെ വരുള്ളൂ. അല്ലാതെ ഈ 2 കളറോ 3 കളറോ സോൾവ്ഡ് അല്ലാതെയാണ് നിങ്ങൾക്ക് റിസൾട്ടിൽ എൻഡ് അപ്പ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ചെയ്ത സ്റ്റെപ്സിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. അത് നിങ്ങൾ വീഡിയോ ഒന്ന് റീവാച്ച് ചെയ്തിട്ട് ഒന്ന് നോക്കി നോക്കുക, സ്റ്റെപ്സ് എല്ലാം കറക്റ്റ് ആണോ എന്ന്. അതിനുശേഷം നമുക്ക് ഇതെങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യണമെന്ന് നോക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ സോൾവ്ഡ് ആയിട്ടുള്ള ഫേസ് കളർ നിങ്ങൾ ഫ്രണ്ട് ഫേസിനായിട്ട് വെക്കുക. ആദ്യം നമുക്ക് റൈറ്റ് ഹാൻഡ് അൽഗോരിതം ഒരു പ്രാവശ്യം ചെയ്യണം. അതിനുശേഷം അതേ പൊസിഷനിൽ വെച്ചുകൊണ്ട് ഇനി ലെഫ്റ്റ് ഹാൻഡ് അൽഗോരിതവും ഒരു പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം നമ്മൾ റൈറ്റ് ഹാൻഡ് അൽഗോരിതം 5 times. ഓക്കെ, റൈറ്റ് ഹാൻഡ് അൽഗോരിതം 5 times ഞാൻ ചെയ്തു. അതിനുശേഷം ലെഫ്റ്റ് ഹാൻഡ് അൽഗോരിതവും 5 times. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ക്യൂബ് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.